തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ജില്ലയിൽ 11 ബ്ലോക്ക് കേന്ദ്രങ്ങളിലും നഗരസഭാ കേന്ദ്രങ്ങളിലും പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളടക്കമുള്ള സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലെത്തി ക്രമീകരണങ്ങൾ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ബ്ലോക്ക് മുനിസിപ്പൽ വിതരണ കേന്ദ്രങ്ങളിലാണ് രാവിലെ മുതൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ച് വിതരണം നടത്തിയത്. വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വാങ്ങി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഉദ്യോഗസ്ഥർ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള വാഹനങ്ങളിൽ കയറിയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങിയത്. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് സാമഗ്രികൾ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും നഗരസഭാ കേന്ദ്രങ്ങളിലുമാണ് വിതരണം ചെയ്തത്. പാലായിൽ നഗരസഭാ കൗൺസിൽ ഹാളിലും കാർമൽ പബ്ലിക് സ്കൂളിലുമാണ് വിതരണം നടന്നത്. ലാലം ബ്ലോക്ക് പഞ്ചായത്തിലെ പോളിംഗ് സാമഗ്രികളാണ് കാർമൽ പബ്ലിക് സ്കൂളിൽ വിതരണം ചെയ്തത്. RDOയുടെ നേതൃത്വത്തിൽ തഹസിൽദാർ, DYSP തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് വിതരണം നടന്നത്. ജില്ലയിലെ 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 1611 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എല്ലാ വാർഡുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി അതത് ബൂത്തുകളിലേക്ക് നീങ്ങുകയായിരുന്നു. ഏറ്റുമാനൂർ നഗരസഭയിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ ഏറ്റുമാനൂർ SFS സ്കൂളിൽ നിന്നുമാണ് വിതരണം ചെയ്തത്. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പോളിംഗ് സാമഗ്രികൾ അതിരമ്പുഴ സെൻറ് അലോഷ്യസ് സ്കൂളിലുമാണ് വിതരണം ചെയ്തത്. പ്രിസൈഡിംഗ് ഓഫീസർമാരും ടീം അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങിയ സാമഗ്രികൾ ചെക്ക് ലിസ്റ്റ് വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം പ്രത്യേകമായി ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങുകയായിരുന്നു. പെൻസിൽ, പേന, പേപ്പർ, നൂല്, മെഴുക്, പശ, മെഴുകുതിരി, തീപ്പെട്ടി തുടങ്ങി പോളിംഗ് ബൂത്തുകളിൽ ആവശ്യമുള്ള സ്റ്റേഷനറി ഇനങ്ങളും വോട്ടർ പട്ടികയുടെ പകർപ്പ്, വിവിധ സീലുകൾ, ഫോറങ്ങൾ, കവറുകൾ, ടെൻഡർ വോട്ടിനുള്ള ബാലറ്റുകൾ തുടങ്ങിയവയും വിതരണം ചെയ്തു. കോട്ടയം നഗരസഭയിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലാണ് നടന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാല, ഏറ്റുമാനൂർ.